എങ്ങനെ അവിടെ നിൽക്കുന്നൊന്നും എനിക്കൊരു എത്തുമ്പോഴേയും കിട്ടുന്നില്ല. അവളെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുക. ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ എണീറ്റു, പുറകെ അവനും എണീറ്റു. ആ പപ്പേനെ പിടിച്ച് കൊടുക്കുന്ന ദേവാച്ചി സാധനം ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഏതാണ്ട് അക്ഷയപാത്രം പോലെ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പുതിയ വീട് മാറുന്നു, പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഷ്ണ അൺഫിൽറ്റർഡ്. ബേക്കിലുള്ള അവശബ്ദങ്ങളൊക്കെ കാര്യമാക്കണ്ട. ഇനി ഒത്തിരി സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട്, കാണാട്ടോ. അത് രാവിലെ എണീറ്റു, ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ എണീറ്റു, പുറകെ അവനും എണീറ്റു. അല്ലേടാ ചെട്ടെ. ഈ വീട് ഞങ്ങളിപ്പോൾ ജോലി സംബന്ധമായിട്ട് വാടകയ്ക്ക് വന്നതാ. അപ്പോൾ ഇനി പുതിയ വീട്ടിലോട്ട് മാറുകയാണ്, വേറൊരു വീട്ടിലോട്ട്. ഒരു വർഷമായി. അപ്പോൾ ഇവിടുന്ന് കുറച്ചടുത്ത് തന്നെയാണ് വീടേക്ക്. മറന്ന് ഇനി മറന്ന് നമുക്ക് കാണിച്ചു തരാതെ. കണ്ടോ എപ്പോൾ എണീക്കാൻ പറഞ്ഞെന്നറിയാം, ഇതുവരെ എണീറ്റിട്ടില്ല. എടാ അതെ ചേട്ടൻ കടന്ന് ഉറങ്ങല്ലേ. ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കണം, കഴിക്കണം, വേണം ബാക്കി പണികളൊക്കെ ചെയ്യാൻ. കുറേ അധികം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, ഇനി കുറച്ചധികം സാധനങ്ങൾ എടുത്തു വെച്ചു. ചുണ്ടൻ പൊന്നെ, ചക്കിയുടെ പൊന്നെ, പഞ്ചാര പൊന്നെ, കുഞ്ഞു കുറുമ്പനാണ്, സുന്ദരൻ കുറുമ്പനാണ്, ചുട്ടു കുഞ്ഞനാണ്, അമ്മയുടെ ചുട്ടുകുത്തൻ. ഇതെന്തെങ്ങനെ ചപ്പാത്തി ഇന്നലത്തെ മീൻ പീര. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. വീടിന്റെ കോലം കണ്ട. ഇതൊക്കെയാണ്. ഇനി കുറച്ച് അധികം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി 2 വീലറിൽ വെച്ചിട്ട് ഇനിയും കുറച്ചധികം സാധനങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പം മാറ്റാനുള്ള സാധനം. ഇനി വണ്ടി വരണം കൊണ്ടുപോകണമെങ്കിൽ. ഇനി ഒരുപാട് സാധനങ്ങൾ ബാക്കിയുണ്ട്. എന്തോരം സാധനങ്ങളാണെന്നറിയോ, ഞാൻ വിചാരിച്ച കെട്ടുന്നതിൻ്റെ മുന്നെയൊക്കെ ഇത്രയധികം സാധനങ്ങൾ ഉണ്ടാവുന്നില്ല, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇനിയും സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഏതാണ്ട് അക്ഷയപാത്രം പോലെ. ഇതിപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ ശരിയാവില്ല. മാത്രമല്ല എനിക്കൊരു സമാധാനക്കുറവ്. എന്തിനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സമാധാനക്കുറവുണ്ടാക്കുന്നത്? ഒരുത്തന്നെ ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്നതാ, പക്ഷേ അവൻ എണീറ്റത് കുറച്ചധികം നേരം എണീറ്റിട്ട്. പക്ഷേ എന്താ പല്ലിയച്ച് ഇപ്പോഴാണ് ഞാനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവന് ചപ്പാത്തി കഴിക്കാൻ തോന്നിയത്. പിന്നെ ദോശ വേണമെന്നും പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. ഇപ്പതേ ഇപ്പതേ കഴിക്കുന്നു. തെച്ചൂട്ടൻ താഴത്തെ വീട്ടിൽ പോയി, ആദ്യത്തെ വന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. ഞാനിനി എൻ്റെ ചെടികൾ ഇത്രയും ഞാൻ വളർത്തി വലുതാക്കിയത്, ഇനി ഇവന്മാരൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുപോകണം. കട്ട് ചെയ്യാൻ എൻ്റെ മനസ്സനുവദിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകും. ഇടാടാണ് അമ്മാലെ കീര, അമ്പോ അലമാര കയറിയിരിക്കുന്ന പണിയെടുക്കുന്ന പിതാച്ചി. കിടക്ക ഇവിടെ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. അവൻ എപ്പോൾ കിടക്കട്ടെ ആളിങ്ങനെയാ. ഉറങ്ങിപ്പോയപ്പോഴേക്കും സെറ്റാക്കി കഴിഞ്ഞു. പപ്പയുടെ പേരെന്തുവാ? അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് പറ.
എല്ലാം എടുത്തു വെച്ചു. ഇനി വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇവിടെ വരും അറിയില്ല. മടുത്ത് വിശക്കാൻ വിശന്നിട്ട് പാടില്ല. വിശക്കണോ വിശക്കും. ഇത് തവളകളുടെ കൊട്ടാര. തവള കൂട്ടുകുടുംബമായിട്ട് താമസിക്കുക ഇവിടെ ബേക്കോശത്ത് ചെയ്യുക. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരോടൊപ്പം പറഞ്ഞിട്ട് പോവാം. ഭയങ്കര കാര്യമുള്ള വീട്ടുകാരായിരുന്നു. എല്ലാവരും നല്ല സ്നേഹമായിരുന്നു ചുറ്റുവട്ടം. ഇനിയിപ്പോൾ പോകുന്നിടത്തിൽ എങ്ങനെയാണെന്നറിയില്ല. അധികം അയൽക്കാരൊന്നും ഇല്ല. മടുപ്പായി. ബലൂണാ? ഇനി പോയി വാങ്ങിച്ചോ. അവന് മാത്രം ഒന്നും അറിയില്ല. അവനെന്ത് ആൾക്കാരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതങ്ങ് ചെയ്യും. എൻ്റെ കുഞ്ഞു കുണ്ടി സുന്ദരിയ കണ്ടേ. പപ്പേനെ പിടിച്ച് കൊടുക്കുന്ന ദേവാച്ചി. എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഞങ്ങൾ പോവാണ്. സങ്കടം വരുന്നത് ഒരു വർഷത്തോളം താമസിച്ചല്ലേ. പുതിയ വീട് മാറി പുതിയ വീട്ടിലോട്ട് വന്നു. എങ്ങനെ എവിടെ നിൽക്കുന്നൊന്നും എനിക്കിത് എത്തുമ്പോഴേയും കിട്ടുന്നില്ല. ചുറ്റുവട്ടത്തൊന്നും ആൾക്കാരില്ല. അവിടെയാണെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് ആൾക്കാരുണ്ടായിരുന്നു. ഒന്നില്ലേ ബോറടിച്ചാൽ അപ്പുറത്തിപ്പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും ചെയ്യാം. ഇവിടെ നേരെ തിരിച്ചാണ്. എങ്ങനെ ഇവിടെ നിൽക്കുന്ന അറിയില്ല. പിള്ളേരെങ്ങനെ കളിക്കാൻ പോകുമെന്ന് അറിയില്ല. ദേവാച്ചി ഒന്ന് മിങ്കിൾ ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് വീണ്ടും എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഇന്നുവരെ താമസിച്ചില്ല. എനിക്ക് അത്ര നല്ല അയൽവക്കക്കാരെ വേറെ കിട്ടിയിട്ടില്ല. എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ളത് കണ്ടാ. റെഡിയായിരിക്കുന്ന തമ്പിയും. ഹലോ, നമുക്കൊന്ന് ചായ കുടിക്കാൻ പോയിട്ട് വന്നാലോ? ഈവനിങ് ആയി. ഇന്ന് വീട് ഷിഫ്റ്റ് ചെയ്താറുണ്ട്. ഭയങ്കര ക്ഷീണം. വീട്ടൊന്നും ഉണ്ടാക്കാൻ വയ്യ. ചായ കുടിക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് നോക്കുന്നത് ഇവരെ ഒന്നും കൊണ്ടല്ല. കുറേ വണ്ടികൾ അങ്ങോട്ട് കൊണ്ട് പോകണം. അതുകൊണ്ട് എനിക്കാണ് പോകുന്നത്. പോണം തുടക്കം കാണണമെന്നുണ്ടേ ആലോചിക്കുക. പക്ഷേ പിള്ളേരെ കൊണ്ടുപോയി എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുണ്ട്. ഇന്ന് ഡിഗ്രി ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങൾ ഫുള്ള് കലിപ്പമോട്. അതൊന്നും വലിയ മൈൻഡൊന്നുമില്ല. മുന്നത്തെ പോലെയല്ലല്ലോ. ഫുള്ള് ബസ്, കാറ്, വലിയ വലിയ വാഹനങ്ങളൊക്കെ. അയ്യോ, വർത്തമാനം പറയട്ടെ. പെട്രോമാന ചുക്ക് കാപ്പി വീണ്ടും കുടിക്കുക. ഈനെന്നാ ഇത്ര മാത്രം ടേസ്റ്റ് ചുക്ക് കാപ്പിക്ക്? എനിക്കിഷ്ടമായില്ലല്ലോ. ട്രെയിൻ ചെയ്യിച്ച വീട്ടിലില്ലേ? അല്ല, കോട്ട വീട്ടിലില്ലേ? ആ ടാറ്റ. കണ്ട വണ്ടിക്ക് ടാറ്റ കൊടുക്കുക.